ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ റിച്ചൂസും അച്ഛനൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അയ്യപ്പ വിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവന് ഭയങ്കര തിരക്കാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, ഐസ്ക്രീമും ടോയ്സും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവനും അച്ഛനോട് സ്കൂട്ടിയും പോയി, ഞാനും അമ്മയും നടന്നാണ് പോകുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ കുറേ ഗ്യാങ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഗേൾസും ബോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരും എവിടെയും ഉത്സവം ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് ഫുഡ് കഴിക്കാനും പിന്നെ രാത്രി പരിപാടിക്കൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ വെറും എന്താ പറയുക, നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകൾ മാത്രമായി പോയിട്ടോ. ഇപ്പം എല്ലാവരും കുട്ടികളായി, കല്യാണം കഴിഞ്ഞു, അവരവരുടെ വീട്ടിലായി. അങ്ങനെ എല്ലാം ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. അതിന് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഉച്ച ആയതുകൊണ്ട് തന്നെ അവിടെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഭക്ഷണം കഴിക്കാൻ പോര്, അത് മാത്രമേ ഉള്ളൂ പരിപാടി. അമ്പലത്തിലൊന്നും അല്ല കേട്ടോ അയ്യപ്പ വിളക്ക് നടക്കുന്നത്. നമ്മുടെ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു സ്ഥലത്ത് നടത്തുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം ഭക്ഷണമുണ്ട്. അതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ് കേട്ടോ അത് നടത്തുന്നത്. 3 കൊല്ലമായിട്ട് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും അച്ഛനും അമ്മയും റിച്ചൂസും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നേ. ആ പ്ലേറ്റിൽ ബൊഫേ പോലെയായിരുന്നു കേട്ടോ. അപ്പം പ്ലേറ്റിൽ വാങ്ങിയിട്ട് നമ്മളവിടെ ഇരുന്നതാണ്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പപ്പടം, പായസം, രസം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഒരു സദ്യ കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, റിച്ചൂസിന് പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ പായസം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയവരാണ് ഈ കമ്മലുകൾ കണ്ടത്. 20 റുപ്യ, 30 റുപ്യ, 40 രൂപ, അങ്ങനെ ആ റേറ്റിലൊക്കെ വരുന്ന കമ്മലുകളാണ് കേട്ടോ. ഞാൻ അധികം വാങ്ങാറുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ വാങ്ങിക്കില്ല കേട്ടോ. ഞാനെല്ലാം ഒന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞനവൾ ഭക്ഷണം കൊടുത്ത് ഞാൻ കുഞ്ഞനെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എത്രയായാലും മക്കളെ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കുറേ അനുഭവിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിന് മോളെ എടുത്ത് കുറേ നേരം നിന്നേ. പിന്നെ റിച്ചൂസിന് അച്ഛനൊരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ. അവൻ വാശി പിടിച്ചിട്ടാണ് വാങ്ങിക്കൊടുത്തത്, പക്ഷേ ചെങ്ങായി അത് തിന്നില്ല. അതും ഞാൻ കഴിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ അയ്യപ്പ വിളക്ക് നടക്കുന്നിടത്തിലേക്കൊന്ന് പോയി നോക്കിയേ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഇതാ നമ്മുടെ ഈ ഫാൻസിയും ടോയ്സൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കണ്ട് ഞാൻ വളയും മാലയൊക്കെ ഒന്ന് നോക്കിയിട്ടു. പക്ഷേ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്നും വാങ്ങിയില്ല. പക്ഷേ എൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ടോയ്സ് ഉള്ളത്. റിച്ചുവിന് ടോയ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 100, 200, 150, 250, 300 ആ റേറ്റിലാണ് കേട്ടോ സാധനം ഉള്ളത്. പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ചെറിയൊരു കാറ് വാങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അയ്യപ്പൻ്റെ ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ. പിന്നെ ഞാനും അച്ഛനും റിച്ചൂസും കൂടി സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോയേ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഏട്ടൻ ഞങ്ങളെ കൂട്ടാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നപ്പോൾ ഞങ്ങൾ ഈ അയ്യപ്പ വിളക്ക് നടക്കുന്നിടത്തൂടെയാണ് കേട്ടോ പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ലൈറ്റൊക്കെ കത്തിച്ചിട്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നേ.